ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന പേപ്പർ LDC 2014 കൊല്ലം ജില്ലയിൽ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. ഇന്നത്തെ വീഡിയോയിലെ ആദ്യ ക്വസ്റ്റ്യൻ, താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയ്യൂബ് ഖാനും ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുമാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയ്യൂബ് ഖാനും ചേർന്നിട്ടാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്. 1966 ജനുവരി 10 സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്. 1966 ജനുവരി 10 സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ് താഷ്കന്റ്. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാണ് ഇന്ന് താഷ്കന്റ്. ഈ ഒപ്പുവെച്ചതിന്റെ പിറ്റേ ദിവസം, അതായത് 1966 ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കന്റിൽ വെച്ചിട്ട് അന്തരിച്ചു. 1966 ജനുവരി 11 ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചത്. വിദേശത്ത് വെച്ച് അന്തരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആരായിരുന്നു? VP മേനോൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഓർത്തിരിക്കുക, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി VP മേനോൻ ആയിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് സർദാർ പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് സർദാർ പട്ടേലാണ്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്. ഉരുക്കുകൊണ്ടുള്ള പ്രതിമ ഗുജറാത്തിലാണ് സ്ഥാപിച്ചത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ VS കോത്താരി. ഡോക്ടർ VS കോത്താരി ആയിരുന്നു 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ. UGC നിലവിൽ വന്നത് 1953 ഡിസംബർ 28 1953 ഡിസംബർ 28 UGC നിലവിൽ വന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് UGC ഉദ്ഘാടനം ചെയ്തത്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് UGC ഉദ്ഘാടനം ചെയ്തത്. അറിവാണ് മോചനം എന്നത് UGCയുടെ ആപ്തവാക്യമാണ്. അറിവാണ് മോചനം എന്നത് UGCയുടെ ആപ്തവാക്യമാണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് റിട്ടാണ് അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ ഉപയോഗിക്കുന്ന റിട്ട്. ഭരണഘടനയുടെ 32-ാം വകുപ്പ് പ്രകാരമാണ് സുപ്രീം കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഭരണഘടനയുടെ 32-ാം വകുപ്പ് പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ശരീരം ഹാജരാക്കുക എന്നർത്ഥത്തിൽ വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ശരീരം ഹാജരാക്കുക എന്നർത്ഥത്തിൽ വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. നാം കൽപ്പിക്കുന്നു. സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഒരു കീഴ്ക്കോടതി അധികാരാർത്ഥി ലംഘിക്കുകയും സ്വാഭാവിക നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്താൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ റിട്ടാണ് ഒരു കീഴ്ക്കോടതി അധികാരാർത്ഥി ലംഘിക്കുകയും സ്വാഭാവിക നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്താൽ പുറപ്പെടുവിക്കുന്ന റിട്ട്. അനർഹമായി ഉദ്യോഗം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന റിട്ടാണ് കോവാറന്റോ. കോവാറന്റോ അനർഹമായി ഉദ്യോഗം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന റിട്ടാണ്. 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്. ആസാമും രാജസ്ഥാനും ആന്ധ്രാപ്രദേശൊക്കെ 1956 നിലവിൽ വന്നത്. ഹിമാചൽ പ്രദേശ് നിലവിൽ വന്നത് 1971 ജനുവരി 25. 1971 ജനുവരി 25 ഹിമാചൽ പ്രദേശ് നിലവിൽ വന്നത്. ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത സംസ്ഥാനവും
ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനവും ഹിമാചൽ പ്രദേശാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുന്ന അനുച്ഛേദം. അനുച്ഛേദം 21A. ആർട്ടിക്കിൾ 21A പ്രകാരമാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തിയത്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ആർട്ടിക്കിൾ 24 അഥവാ അനുച്ഛേദം 24 ബാലവേല നിരോധനമാണ്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവുമാണ്. ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ആർട്ടിക്കിൾ 21 ഉറപ്പുവരുത്തുന്നു. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായലും ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയ വർഷം 1949. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് നടപ്പിലാക്കിയത്. 1949. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്കാണ്. സെൻട്രൽ എക്സൈസ് ആക്ട് 1944 സെൻട്രൽ എക്സൈസ് ആക്ട് 1944. ആദായ നികുതി നിയമം 1962 വന്നത്. ആദായ നികുതി നിയമം 1962 വന്നു. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്? 1956-61 കാലഘട്ടത്തിൽ. 1956-61 കാലഘട്ടത്തിലാണ് ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല നിർമ്മിച്ചത്. ഇന്ത്യയുടെ 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടമാണ് 1956-61 കാലഘട്ടം. വൻ വ്യവസായങ്ങൾക്കാണ് ഈ കാലഘട്ടത്തിൽ മുൻതൂക്കം നൽകിയത്. വൻ വ്യവസായങ്ങൾക്ക്. ഇന്ത്യയുടെ വൻകിട ഇരുമ്പുരുക്ക് ശാലകളായ റൂർക്കലെ, ഭിലായ്, ദുർഗാപൂർ എന്നിവ സ്ഥാപിതമായത് 2ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. പ്രൊഫസർ PC മെഹൽനോബിസ് തയ്യാറാക്കിയ മാതൃകയാണ് 2ാം പഞ്ചവത്സര പദ്ധതിക്ക് അടിസ്ഥാനം. പ്രൊഫസർ PC മെഹൽനോബിസ് തയ്യാറാക്കിയ മാതൃകയാണ് 2ാം പഞ്ചവത്സര പദ്ധതിക്ക് അടിസ്ഥാനം. സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന ദിവസം ഡിസംബർ 10. ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ 10. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ഡിസംബർ 2 അടിമത്ത നിർമ്മാർജ്ജന ദിനമാണ്. ഡിസംബർ 2 അടിമത്ത നിർമ്മാർജ്ജന ദിനമാണ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആണ് ജനുവരി 26. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ അഥവാ നാഷണൽ ലോ ഡേ എന്നറിയപ്പെടുന്നത് നവംബർ 26. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ അഥവാ നാഷണൽ ലോ ഡേ എന്നറിയപ്പെടുന്നത് നവംബർ 26. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. 20 കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിലെ വടക്കേയറ്റത്തെ ലോകസഭാ മണ്ഡലം കാസർഗോഡാണ്. കേരളത്തിന്റെ തെക്കേയറ്റത്തെ ലോകസഭാ മണ്ഡലം തിരുവനന്തപുരവുമാണ്. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ 9 എണ്ണമാണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 141. 141 കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം. തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിൽ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി. കുറിഞ്ചി എന്ന പേരിലായിരുന്നു തിണസങ്കല്പം നിലനിന്നിരുന്ന കേരളത്തിലെ പർവ്വത പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത്. പാല എന്നത് വരണ്ട പ്രദേശമാണ്. വരണ്ട പ്രദേശം അറിയപ്പെടുന്നത് പാല എന്നാണ്. മുല്ലൈ എന്നാൽ പുൽമേടുകളാണ്. പുൽമേടുകൾ അറിയപ്പെട്ടിരുന്നത് മുല്ലൈ എന്ന പേരിലായിരുന്നു. മരുതം എന്നാൽ കൃഷിഭൂമിയാണ്. കൃഷിഭൂമികൾ അറിയപ്പെട്ടിരുന്നത് മരുതം എന്ന പേരിലായിരുന്നു.
പിന്നെയുള്ള ഒരു പ്രദേശം നെയ്തലാണ്. അത് തീരപ്രദേശമാണ്. തീരപ്രദേശം അറിയപ്പെട്ടിരുന്നത് നെയ്തൽ എന്ന പേരിലായിരുന്നു. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1996. 1996 കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. 1996 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത്. 1996 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായി. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. സുഗതകുമാരിയായിരുന്നു സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചവിട്ടുനാടകം എന്ന കലാരൂപം ഏത് വിദേശീയരാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ചവിട്ടുനാടകം എന്ന കലാരൂപം പ്രചരിപ്പിച്ചത്. പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശികളാണ് പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്നറിയപ്പെട്ടത് പോർച്ചുഗീസുകാരാണ്. കശുമാവ്, അടയ്ക്ക, പപ്പായ, പേര, കൈതച്ചക്ക, തണ്ണിമത്തൻ എന്നിവ കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. കശുമാവ്, അടയ്ക്ക, പപ്പായ, പേര, കൈതച്ചക്ക, തണ്ണിമത്തൻ എന്നിവ കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗ. ഗംഗ നദിയിലൂടെയാണ് NW1 ദേശീയ ജലപാത കടന്നു പോകുന്നത്. അലഹബാദ് മുതൽ ഹാർഡിയ വരെയാണ് NW1. 1620 കിലോമീറ്ററാണ്. 1620 കിലോമീറ്റർ ദൂരമുള്ള NW1 ദേശീയ ജലപാത അലഹബാദ് മുതൽ ഹാർഡിയ വരെ നീണ്ടു കിടക്കുന്നു. ഗംഗയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. NW2 കടന്നു പോകുന്നത് ബ്രഹ്മപുത്ര നദിയിലൂടെയാണ്. NW2. ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ഹാൽഡിയ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത തുറമുഖത്തിന്റെ ഭാഗമാണ് ഹാൽഡിയ തുറമുഖം. കൊൽക്കത്ത തുറമുഖത്തിന്റെ ഭാഗമാണ് ഹാൽഡിയ തുറമുഖം. ഇന്ത്യയിലെ നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത. കൊൽക്കത്ത തുറമുഖം ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ഇന്ത്യയിൽ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത്? ബീഹാർ. ബീഹാറാണ് ഇന്ത്യയിൽ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തർപ്രദേശാണ്. 2-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കായിരുന്നു. മഹാരാഷ്ട്രയ്ക്കാണ് ജനസംഖ്യയിൽ 2-ാം സ്ഥാനം. സിക്കിമാണ് ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം. സിക്കിം ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനമാണ്. ജനസാന്ദ്രതയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രതയിൽ 1-ാമതുള്ള സംസ്ഥാനം ബീഹാറാണ്. ജനസാന്ദ്രതയിൽ 2-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളാണ് ജനസാന്ദ്രതയിൽ 2-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ജനസാന്ദ്രതയിൽ 3-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. ജനസാന്ദ്രതയിൽ 3-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിര ആവാസ് യോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭവന നിർമ്മാണ പദ്ധതി. ഇന്ദിര ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഈ എക്സാം നടക്കുന്ന സമയത്ത് ജസ്റ്റിസ് JB കോശിയായിരുന്നു കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. എന്നാൽ ഇപ്പോഴത്തെ കേരള സംസ്ഥാനത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആന്റണി ഡൊമിനിക്കാണ്. ആന്റണി ഡൊമിനിക്കാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KG ബാലകൃഷ്ണനാണ്. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി.